CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുചേല ദിനത്തിൽ അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ ആരംഭിച്ച അവിൽ സമർപ്പണം രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ തുടരും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ളൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രി 10:30 കൊമ്പൻ ശ്രീധരനാണ് ഇടഞ്ഞത്. പാപ്പാന്മാരുടെ സമയോചിത ഇടപെടലിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഗുരുവായൂർ മഞ്ജുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. നേരത്തെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പ്രതിമ മാറ്റി 6 അടി ഉയരത്തിലുള്ള കരിങ്കൽ മാതൃകാ പ്രതിമയാണ് സ്ഥാപിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയുടെ വക വഴിപാടായി 2.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പുതിയ പ്രതിമ നിർമ്മിച്ചത്. പൊന്നിയൂർകുളത്ത് തിരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 27 പേർക്കെതിരെ കേസ്. 16 പേരെ അറസ്റ്റ് ചെയ്തു. 6 പേർ റിമാൻഡിൽ. ചാവക്കാട് പാലയൂർ ഡോബിപ്പടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബുവാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11-നായിരുന്നു അപകടം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ വയോജന സംഗമം നടത്തി. 100-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ 100 പരിപാടികളുടെ ഭാഗമായാണ് സംഗമം നടത്തിയത്. പുന്നിയൂർക്കുളം ചമ്മനൂർ മാഞ്ചിറക്കൽ പാലത്തിന്റെ ഒരു വശം തകർന്നു. പാറയമ്പാടം ആറ്റുപുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ പാലത്തിന്റെ മുകളിൽ തന്നെ ടാറിംഗ് ചെയ്തതാണ് പാലം തകരാൻ കാരണമായത്. സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും നിലംപൊത്തി. ഈ സമയം വാഹനങ്ങൾ കടന്നുപോകാത്തതിനാൽ വന്നപകടം ഒഴിവായി. സമസ്ത 100-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ സ്വീകരണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ജില്ലാ പ്രചരണ യാത്ര വടക്കേക്കാട് സമാപിച്ചു. ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർകോട്, കുണിയ, വരക്കൽ, മുല്ലക്കോയ തങ്ങൾ നഗറിലാണ് മഹാസമ്മേളനം നടത്തുന്നത്. വടക്കേക്കാട് മുക്കിലപ്പീടിക കല്ലിങ്ങൽ റോഡിൽ കാനയിൽ മലിനജലം കെട്ടിനിൽക്കുന്നത് ആരോഗ്യ ഭീഷണിയാകുന്നു. സമീപം ആരോഗ്യ കേന്ദ്രമുണ്ടായിട്ട് പോലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. UAE-യിലെ കാണിപ്പയ്യൂർ സ്വദേശികളുടെ പ്രവാസി സംഘടന സ്നേഹ കാണിപ്പയ്യൂരിന്റെ 16-ാം വാർഷിക സമ്മേളനം സ്നേഹസംഗമം 2025 ഷാർജയിൽ നടന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റി ഗാന്ധിയെ തമസ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി വഴി ഉപജീവനം നടത്തുന്നവരുടെ ജീവിതമാർഗം ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള കേന്ദ്ര നടപടിക്കെതിരെ കാട്ടകമ്പൽ പഞ്ചായത്ത് 2-ാം വാർഡ് രാമപുരത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ സംഗമം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.